യിരെമ്യാവിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവം ചോദിക്കുന്നു, യഹോവ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കുവാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയരായിരിക്കുന്നു. ഇത് യിരെമ്യാവിന്റെ മാത്രം ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തോട് അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെയധികം പ്രാർത്ഥിക്കുന്ന, മര്യാദയ്ക്ക് ജീവിക്കുന്ന, അങ്ങേ അന്വേഷിക്കുന്ന എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ പ്രതിസന്ധി? അങ്ങയെ ധിക്കരിക്കുന്ന, അങ്ങയുടെ വചനം അനുസരിക്കാത്ത, അങ്ങയിൽ വിശ്വസിക്കാത്ത ശത്രുവിന് എന്തുകൊണ്ട് ഈ ഭൂമിയിൽ കാണത്തക്ക ചില ഭൗതിക നേട്ടങ്ങൾ? ദുഷ്ടന്മാർ അവരുടെ വഴി ശുഭമായിരിക്കുന്നു, ദ്രോഹം പ്രവർത്തിക്കുന്നവർ നിർഭയരായിരിക്കുന്നു. നീ അവരെ നട്ടു, അവർ വേരൂന്നി ഫലം കായ്ക്കുന്നു. അവരുടെ വായിൽ നീ സമീപസ്ഥനും അന്തരംഗങ്ങളിൽ നീ ദൂരസ്ഥനുമായിരിക്കുന്നു. യിരെമ്യാ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദുഃഖിക്കുകയാണ്, കരയുകയാണ്, ചോദിക്കുകയാണ്. സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട്, പ്രതിസന്ധികളെ കണ്ടുകൊണ്ട്, ശത്രുക്കളുടെ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട്, പ്രാർത്ഥിക്കാത്തവൻ്റെ നേട്ടങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, കാത്തിരിക്കുന്ന ഈ പ്രവാചകൻ ദുഃഖത്തോടെ ദൈവത്തോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ 5-ാമത്തെ വാക്യത്തിൽ ദൈവം തിരിച്ച് മറുപടിയായി യിരെമ്യായോട് ദൈവം ചോദിക്കുന്നു, കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ഇങ്ങനങ്ങ് പരാതി പറയുന്നവനായാൽ, ഇങ്ങനങ്ങ് പിറുപിറുക്കുന്നവനായാൽ, ഇങ്ങനങ്ങ് ക്ഷീണിച്ചു പോയാൽ, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടിട്ട് നീ ഇങ്ങനങ്ങ് ഡൗൺ ആയാൽ, നിന്നെ ഞാൻ വിളിച്ചത് കുതിരകളോടുകൂടെ ഓടാനാണ്. നീ എങ്ങനെ കുതിരകളോടുകൂടെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരുന്നാൽ യോർദാന്റെ വൻകാടുകളിൽ, വൻമേടുകളിൽ നീ എന്തു ചെയ്യും? ദൈവത്തിന് യിരെമ്യാ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ളത് ഇതാണ്. നീ നിന്റെ വിളിയിലേക്ക് നോക്കുക, നിന്നിൽ പകർന്ന അഭിഷേകത്തിലേക്ക് നോക്കുക, നിന്നെ വിളിച്ചവനിലേക്ക് നോക്കുക. നിന്റെ സാഹചര്യങ്ങളെ നീ നോക്കാതെ ഇരിക്കുക.